നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സൗദി അറേബ്യൻ പ്രോ ലീഗ് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ലീഗാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. അടുത്ത സീസണിൽ കൂടുതൽ കടുത്ത പോരാട്ടമാണ് സൗദിയിൽ വരാനിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന സൂചനകൾ. ക്ലബ്ബുകൾ അത്തരത്തിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ അൽ ഹിലാൽ ഓൾറെഡി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ടീമാണ്. അൽ ഇത്തിഹാദ് എല്ലാവരെയും ഭയപ്പെടുന്ന രൂപത്തിൽ അവരുടെ ടീം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അൽ അഹ്ലി കൂടുതൽ ബെറ്ററായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അതേസമയം പുതുതായിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെട്ടു വന്നിട്ടുള്ള അൽ ഖാദിസിയ, സൗദി അറാംകോയാണ് അവരുടെ ഓണർഷിപ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ മൂവ്മെന്റുകൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ടീമുകൾക്കും അവർ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് തന്നെ വേണം കരുതാൻ. അതുപോലെ അൽ ഷബാബും അൽ ഇത്തിഫാഖും കരുത്താർജിച്ച് കഴിഞ്ഞു. ചുരുക്കത്തില് അൽ നസർ ഒരു ഭാഗത്തുണ്ട്, അതെല്ലാവർക്കും അറിയാം. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽ നസർ, സാദിയോ മാനയും ഒട്ടാവിയോയും ബ്രസോവിച്ചും ഒക്കെ കളിക്കുന്ന അൽ നസറും ഒരു ഭാഗത്തുണ്ട്. അപ്പൊ കഴിഞ്ഞ തവണ അൽ നസറിന് കിരീടം കൈവിട്ട് പോയിരുന്നു. അൽ ഹിലാലാണ് നേടിയത്. ഇത്തവണ കാര്യങ്ങൾ അൽ നസറിനാണെങ്കിലും അൽ ഹിലാലിനാണെങ്കിലും ഒന്നും എളുപ്പമാവില്ല എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന സൂചനകൾ. അത്തരത്തിലുള്ള ഡെവലപ്മെന്റുകളാണ് ഇപ്പോൾ സൗദി അറേബ്യൻ ഫുട്ബോളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ നടന്നിട്ടുള്ള ചില സുപ്രധാനമായിട്ടുള്ള ട്രാൻസ്ഫറുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. ഇപ്പം അൽ നസർ ബെൻഡോയെ അത്ലറ്റിക്കോ പാരനീസിൽ നിന്ന് സൈൻ ചെയ്തു. അൽ നസറിന്റെ ഒരു പ്രശ്നം കഴിഞ്ഞ തവണ അക്കീദിക്ക് വിലക്ക് പറ്റിയതോടുകൂടി ഗോൾ കീപ്പിംഗ് ഒരു പ്രശ്നമായിരുന്നു. അതിനുള്ളൊരു പരിഹാരം തന്നെയാണ് അവരെ കണ്ടിരിക്കുന്നത്. അത്ലറ്റിക്കോ പാരനീസിന്റെ ഗോൾ കീപ്പറായിരുന്ന, ബ്രസീലിന്റെ ഭാവി ഗോൾ കീപ്പറായിട്ട് വിലയിരുത്തപ്പെടുന്ന ബെൻഡോ ഇതാ എത്തിയിരിക്കുന്നു അൽ നസറിലേക്ക്. അവിടെ അവർ ശക്തി വർദ്ധിപ്പിക്കാൻ ഇടേഴ്സിന് വേണ്ടി ശ്രമങ്ങൾ നടത്തി. അത് നടന്നില്ല. പക്ഷെ ബെൻഡോയെ അവർ സ്വന്തമാക്കി. അതേസമയം ഡേവിഡ് ഓസ്പീന ക്ലബ്ബ് വിട്ട് പോയിട്ടുമുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇനി അൽ ഇത്തിഹാദ് അവര് ഫസ്റ്റ് ബിഗ് മണി സൈനിങ് എന്ന രൂപത്തിൽ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ റോമയുടെ മിഡ്ഫീൽഡർ ഹൊസാം ഔവാറിനെ എത്തിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ആസ്റ്റൺ വില്ലയിൽ നിന്ന് മൂസ ഡിയാബിയെ 60 മില്യൺ യൂറോക്ക് എത്തിച്ചിരിക്കുന്നത്. കൂടുതൽ കരുത്ത് വർദ്ധിപ്പിക്കുന്ന ഒരു അൽ ഇത്തിഹാദിനെയാണ് നമ്മൾ കാണുന്നത് എന്നർത്ഥം. അൽ ഖാദിസിയ ഇത്തവണ പ്രൊമോട്ട് ചെയ്തു വന്ന ടീമാണ്. അവർ 13.8 മില്യൺ യൂറോക്ക് ഹുലിയൻ കിനോണസിനെ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു. അതോടൊപ്പം തന്നെ മുൻ ആഴ്സണൽ സ്ട്രൈക്കർ ആയിട്ടുള്ള പിറെ എമറിക് ഔബമയാങ്ങിനെ 9 മില്യൺ യൂറോക്ക് അവർ എത്തിച്ചിരുന്നു. റയൽ മാഡ്രിഡിന്റെ ഡിഫൻഡർ ആയിരുന്ന നാച്ചോ ഫെർണാണ്ടസിനെയും കാഗ്ലിയാരിയുടെ മിഡ്ഫീൽഡർ ആയിരുന്ന നഹിദാൻ നാൻഡസിനെയും വോൾസ്ബർഗ് ഗോൾ കീപ്പർ ആയിരുന്ന കോയൻ കസ്റ്റീൽസിനെയും അവർ ഫ്രീ ട്രാൻസ്ഫറിൽ എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ കരുത്ത് വർദ്ധിപ്പിക്കുകയാണ് മറ്റ് ടീമുകളൊക്കെയും. അതുകൊണ്ട് തന്നെ അൽ നസറിനും അൽ ഹിലാലിനും ഒക്കെ ഇത്തവണ കടുത്ത വെല്ലുവിളിയാണ് ഉണ്ടാവാൻ പോകുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിന്റെ